ഇത് വെറും ഒരു ട്രെയിലർ മാത്രമാണ്. ശരിക്കുള്ള പിക്ചർ ഇനിയാ വരാൻ പോകുന്നത്. കാം ഡൗൺ തനു, റിലാക്സ്. നിനക്കറിയാലോ നിഖിൽ ഇവിടെ എവിടെയും ഉണ്ടെന്ന്. നീ പേടിക്കല്ലേ. നിഖിൽ, 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 നീ ഇവിടെ ആയിരുന്നോ? നിന്നെ അന്വേഷിച്ച് ഞാൻ ഈ ബംഗ്ലാവ് മുഴുവൻ ചുറ്റി കറങ്ങിയിട്ട് വരാ. നീ എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കി അടങ്ങൂ. നിനക്ക് ഈ ബംഗ്ലാവ് ഒട്ടും പേടി തോന്നില്ലെന്ന് മാത്രം പറയരുത്. തനു എന്തു പറ്റി? തനു നീ ഓക്കെ അല്ലേ? തനു എന്താ പറ്റിയേ? റോണി അവനിവിടെ ഉണ്ടായിരുന്നു. അവൻ പ്രേതമായിട്ട് വന്നു. അവൻ എന്നെ കൊല്ലും. ആർക്കും എന്നെ രക്ഷിക്കാനാവില്ല. റിലാക്സ്. നീ എന്താ പറയുന്നേ? നീ റോണിയുടെ പ്രേതത്തെ കണ്ടുവന്നോ? ഞാൻ പറയുന്ന സത്യം. റോണിയുടെ പ്രേതത്തിനെ ഞാൻ കണ്ടു. അവനിവിടെ ഉണ്ടായിരുന്നു. എന്താ ഈ പറയുന്നേ? പ്രേതത്തെ കണ്ടുവന്നോ? റിലാക്സ് ബേബി. ഈ പേടിപ്പെടുത്തുന്ന അന്തരീക്ഷത്തിൽ നിന്നോണ്ട് നിനക്കങ്ങനെ തോന്നുന്നതാ. റിലാക്സ്. ഒന്നുമില്ല. ഞാൻ പറയുന്ന സത്യം. ഞാൻ കണ്ടതാ. അവൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ബേബി, ലുക്ക് അറ്റ് മീ. പ്രേതത്തിനെ കണ്ടോ നീ? ശരി, എന്നോട് പറ, അവൻ എന്താ ഇട്ടിരിക്കുന്നത്? അവൻ എന്തെങ്കിലും ഇട്ടിരുന്നാലും ഇല്ലെങ്കിലും ടൈ ഉറപ്പായും ഉണ്ടാവും. അവൻ കണ്ണട വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പ്രേതം കണ്ണട വെക്കാറില്ലല്ലോ. കാരണം അവർക്ക് ഇരുട്ടിലും കണ്ണു കാണാൻ പറ്റും. ബേബി, നീ എന്താ പറയുന്നേ? ഇനി പ്രേതമാണെങ്കിലും ശരി, എന്നെ ഒന്ന് പരിചയപ്പെടുത്ത്. പ്രേതം, ഞാൻ നിഖിൽ സൂര്യ. നീ എന്താ കാണിക്കുന്നേ? ആ വ്യക്തി ആരാണെന്ന്? അത് മറ്റാരുമല്ല, അതെന്റെ പ്രിയപ്പെട്ട ബലൂണാണ്. ബലൂൺ, അവളെന്റെ എല്ലാമാണ്. മൈ ലവ്, മൈ ലൈഫ്, മൈ എവറിത്തിങ്. ആ പാവ എത്ര സിമ്പിൾ ആണെന്ന് നിങ്ങൾക്കറിയോ? അവളോടൊപ്പം ജീവിച്ചാൽ ഒരു വ്യക്തിയും ഒന്നും അല്ലാതാവും. അവളാണ് എനിക്ക് പഠിപ്പിച്ചു തന്നത് സിംപ്ലിസിറ്റി എന്താണെന്ന്. എന്നെ പോലെ വരും. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്റെ ബലൂണിനെ. എനിക്ക് ഒരുപക്ഷെ എന്റെ മ്യൂസിക് ഇല്ലാതെ ചിലപ്പോൾ ജീവിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ എന്റെ ബലൂൺ ഇല്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നില്ല. ഞാൻ അവളെ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. എനിക്കറിയില്ല എന്നെ കളഞ്ഞിട്ട് അവൾ എങ്ങോട്ടാ പോയതെന്ന്. നിങ്ങൾ ആരെങ്കിലും എന്റെ ബലൂണിനെ കാണുവാണെങ്കിൽ അവളോട് നിങ്ങൾ പറയണം, ഞാൻ അവളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന്, ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് അവളെ. എന്നിട്ട് തിരിച്ചു വരാൻ പറയണം എന്റെ അടുത്തേക്ക്. എനിക്ക് ഈ ബലൂൺ ഇല്ലാതെ ജീവിക്കാൻ പറ്റുമെന്ന് തോന്നില്ല. നിങ്ങൾ പറയാലോ അല്ലേ? വെറുതെ പതിയെ ചേരാ മോഹമാ ചേരാ മോഹമാ. ഇവൾക്കിതെന്താ? ഇനി ശരിക്കും അങ്ങനെ സംഭവിച്ചാലോ? ഇനി ശരിക്കും
അഭി മദ്യലഹരിയിലും അങ്ങനെ എന്തെങ്കിലും ചെയ്താലോ? പ്രിയ അവന്റെ കുഞ്ഞിന്റെ അമ്മയായാലോ? എന്റെ സ്വപ്നങ്ങളൊക്കെ നശിച്ചു പോവില്ലേ? ആ കുഞ്ഞും അഭിയുടെ റിയൽ കുഞ്ഞാവും ഈ വീടിന്റെ അവകാശി. പ്രിയയ്ക്കൊന്നും തെളിയിക്കേണ്ടിയും വരില്ല. കാരണം ആ കുഞ്ഞിന്റെ മുഖം അഭിയെ പോലെ തന്നെയായിരിക്കും. എന്റെ കുഞ്ഞിന്റെ മുഖം നിഖിലിനെ പോലെയാവും. ഇല്ല, അങ്ങനെ സംഭവിക്കില്ല. അഭി എന്നെ ഉപേക്ഷിച്ച് പ്രിയെ സ്വീകരിക്കാൻ പാടില്ല, ഒരിക്കലും പാടില്ല. നാച്ചുറൽ ഡ്രിങ്ക് അല്ലേ? അതുമാത്രമല്ല, മനസ്സിൽ ഇത്രയും വിഷം നിറഞ്ഞിരിക്കുന്നവൾക്ക് വിഷം തന്നെ കൊടുത്താൽ പോലും ദൈവം ചിലപ്പോൾ നമുക്ക് മാപ്പ് തന്നിരിക്കും. അത് വിട് റോണി, അത് വിട്. ഒരിക്കലുമില്ല. നമ്മൾ ഒരിക്കലും തനുവിന് ഭാഗം കൊടുക്കാൻ പാടില്ല. പിന്നെ മോനെ, ലഹരി തന്നെയല്ലേ? നമ്മുടെ കാര്യം നടക്കാനായിട്ട് ഒരു പാവത്തിന്റെ ജീവിതം കൊണ്ട് കളിക്കാൻ പാടില്ല. അച്ഛമ്മ പറഞ്ഞത് ശരിയാ. ഇനി നമ്മളും തനുവിനെ പോലെ ചെയ്യാൻ തുടങ്ങിയ അവളും നമ്മളും തമ്മിൽ എന്താ വ്യത്യാസം? അതെ, അച്ഛമ്മ പറയുന്നത് ശരിയാ റോണി. അച്ഛമ്മ ഞങ്ങള് തനുവിന് ബാങ്ക് കൊടുക്കില്ല. പക്ഷെ ഞങ്ങൾ അവളെ പേടിപ്പിക്കും, വല്ലാണ്ടങ്ങ് പേടിയാക്കും. പേടി കാരണം അവളെല്ലാം സത്യം വിളിച്ചു പറയുന്നു വരെ. Oh my God, നിന്റെ വെയിറ്റർ റോണി അല്ല, പ്രിയയുടെ അസിസ്റ്റന്റ് റോണി, കണ്ണട വെച്ച റോണി. നമ്മുടെ റോണിയാണോ? അവൻ തിരിച്ചു വന്നോ? എനിക്കും കാണണോ അവനെ? എവിടെ അവൻ? അവിടെ കണ്ടോ? തുറിച്ചു നോക്കുന്നുണ്ടോ? തനു അവിടെ ഒന്നും ആരുമില്ല, ആരും തുറച്ചു നോക്കുന്നുമില്ല. നീ ആരെ കണ്ടത് അവിടെ? നിങ്ങൾക്ക് എന്താ കണ്ടൂടെ അവൻ എങ്ങനെയാ നോക്കുന്നെന്ന്? ഇല്ല തനു, അവിടെ ആരും ഇല്ലല്ലോ. ശരി, ഒരു കാര്യം പറയാം. നീ പറയുന്നത് വിശ്വസിക്കാം. നീ അവിടെ റോണിയെ കണ്ടു. പക്ഷേ അതിന് നീ ഇത്രയധികം പേടിക്കുന്ന എന്തിനാ? ഇവർക്ക് രണ്ടുപേർക്കും കാണാൻ പറ്റാത്ത അടുത്തേക്കും കാണാൻ പറ്റിയില്ല എന്ന് വെച്ചാ അവൻ എന്നോട് പകരം വീട്ടാൻ വന്നിരിക്കുക. അപ്പൊ അവൻ എന്നെ എല്ലാവരുടെ മുന്നിൽ വെച്ച് കൊല്ലാൻ പറ്റും. ആരും ഒന്നും അറിയയില്ല. എനിക്ക് നിഖിലിനോട് സംസാരിക്കണം. എങ്ങനെയെങ്കിലും അവനെ വിശ്വസിപ്പിക്കണം റോണി തിരിച്ചു വന്നിട്ടുണ്ടെന്ന്. അതെ, നോക്കൂ. ഇത് കൂൾ ഡ്രിങ്ക്സ് ആണോ അതോ ബാങ്ക് ആണോ? ഈ ഗ്ലാസ്സിലുള്ളത് കൂൾ ഡ്രിങ്ക്സ് ആണ്, ഈ ഗ്ലാസ്സിലുള്ളത് ബാങ്കുമാണ്. പക്ഷെ നിഖിൽ ഇതെവിടെയാ? ആരെ അന്വേഷിക്കുന്നു അയാളെ ഇട്ട് കാണാനും ഇല്ല. ആരെ കാണണ്ടെന്ന് വിചാരിക്കുന്നു അയാളെ എല്ലായിടത്തും കാണാം. എക്സ്ക്യൂസ് മീ. മേഡം, അത് എക്സ്ക്യൂസ് മീ. യെസ്, താൻ എവിടെയെങ്കിലും അദ്ദേഹത്തെ കണ്ടായിരുന്നോ? ആരെ? എനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ പപ്പ. ഓ, നീ അഭിസാറിനെ അന്വേഷിക്കുകയാണോ? അത് അബി റോക്ക് സ്റ്റാർ ആണ്. എന്റെ കുഞ്ഞിന്റെ പപ്പ. കണ്ടായിരുന്നോ? എനിക്ക് തോന്നുന്നു ഇവൾ ഒരുപാട് ബാങ്ക് കുടിച്ചെന്ന്, അതുകൊണ്ടാ ഇങ്ങനെ സംസാരിക്കുന്നത്. ഇവളെ ഞാൻ അഭിസാറിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഇവളിവിടെ ഇങ്ങനെ ഡ്രാമ കാണിച്ചുകൊണ്ടിരിക്കും. ഓ, അപ്പൊ അദ്ദേഹത്തെയാ അന്വേഷിക്കുന്നേ? ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നു. ഇതിലെയാ പോയത്. വരൂ തേ, വരൂ വരൂ. ഇല്ലല്ലോ, നീ കല്യാണത്തിന് ശേഷമല്ലേ കുഞ്ഞിന്റെ അച്ഛനാവുള്ളൂ. ഞാൻ കല്യാണത്തിന് മുമ്പുള്ള അച്ഛനെ അന്വേഷിക്കുന്ന. ശരി, അപ്പോ നിനക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ മാമന്റെ മോനെ അന്വേഷിക്കാം. മാമന്റെ മോനെ? നീ ആ കാൽക്കുലേഷൻ ഒക്കെ ഒന്ന് വിട്ടാ. നീ ഒരു കാര്യം ചെയ്യ്, ആ സൈഡിലോട്ടൊന്ന് നോക്കിയേ. ഞാൻ ഈ സൈഡിലോട്ട് നോക്കാം. അപ്പോ മിഷൻ ഡാഡി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അഭിക്ക് അവള് പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അവനെന്താ ഒന്ന് സീരിയസ് ആയിട്ട് എടുക്കാത്തേ? അതെങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കും അച്ഛമ്മ? ഇപ്പൊ ബോധമില്ലാതെ ഇരിക്കല്ലേ. ഇപ്പൊ തനു പറയുന്ന എന്താ? എനിക്കിത് കുടിക്കാനൊന്നും പറ്റൂല. എന്താ കയ്പാ? എനിക്കത് കുടിക്കണം. അത് കുടിച്ചാണ്ടല്ലോ തലയൊന്ന് തെളിയും, കണ്ണൊക്കെ അടഞ്ഞ്. എന്നാലും എനിക്കെല്ലാം കാണാൻ പറ്റും കേട്ടോ. എനിക്കത് കൊണ്ടുപോവാ. എനിക്കത് വേണം, എനിക്കത് വേണം. എനിക്ക് നീ എന്താ ഈ കാണിക്കുന്നേ? ഓ, എന്റെ കണ്ണിലോട്ട് ക്ലൗഡ് പോയി. ക്ലൗഡ് ഒന്നല്ല, സാരിയുടെ നിറോ. വെള്ളം നനഞ്ഞ വെള്ളം കൊണ്ട് അല്പം ബോധം തെളിയിക്കാലോ. ഒരു മിനിറ്റ്, നിങ്ങളുടെ ക്ലൗഡ് ഇപ്പൊ മാറ്റിത്തരാം. കണ്ണില് മഴ വേണേ. ഇത് പിടിച്ചേ. ഇതുകൊണ്ട് മുഖം കഴുകിയല്ലേ കണ്ണിലെ ക്ലൗഡ് എല്ലാം മാറും. ശരിയോ? ആണോ? പിടിക്കും. അല്ല, അത് എനിക്ക് രണ്ടും നല്ല ഫിറ്റാ. അതുകൊണ്ട് രണ്ടാളിനെ ഞാൻ വണ്ടി ഓടിക്കാൻ സമ്മതിക്കത്തില്ല. ഞാനുള്ളത് ഇവിടെ, ഞാൻ ഓടിച്ചോളാം.
ഞാൻ ഓടിക്കും. എന്റെ ദൈവമേ, ഇവൻ കാറ് തുറക്കാതിരുന്നാ മതിയായിരുന്നു. അച്ഛമ്മേ അവന് കാർ തുറക്കാൻ പറ്റില്ല, കീ എന്റെ കയ്യിലാണെന്ന്. നിങ്ങൾ എന്താ ചെയ്യുന്നത്? അച്ഛമ്മേ ബാഡ് ഗേൾസ് ആയ നിങ്ങൾ രണ്ടുപേർക്കും ഞാനൊരു പണിഷ്മെന്റ് തരാൻ പോവാ. അല്ല അത് എനിക്ക് രണ്ടും നല്ല ഫിറ്റാ, അതുകൊണ്ട് രണ്ടാളിനെ ഞാൻ വണ്ടി ഓടിക്കാൻ സമ്മതിക്കത്തില്ല. ഞാനുള്ള ഇവിടെ ഞാൻ ഓടിച്ചോളാം. ഞാൻ ഓടിക്കും. എന്റെ ദൈവമേ, ഇവൻ കാറ് തുറക്കാതിരുന്നാ മതിയായിരുന്നു. അച്ഛമ്മേ അവന് കാർ തുറക്കാൻ പറ്റില്ല, കീ എന്റെ കയ്യിലാണെന്ന്. ഞാൻ അങ്ങോട്ട് ചെല്ലാതെ കാർ തുറക്കാൻ കഴിയില്ല. എന്നാ ശരി. താക്കോല അതകത്ത് മറന്നു വെച്ചേക്കോ, എടുത്തിട്ട് വരാവേ. ആ ശരി. ലിസൺ ഗേൾ, നീ എന്തായാലും അവിടെ പോവല്ലേ, പോയിട്ട് വരുമ്പോഴേ ബലൂണും കുറച്ച് കളേഴ്സും കൊണ്ടുപോകും. ചേച്ചി ഒരു മിനിറ്റ്, ആരും എങ്ങോട്ടും പോകുന്നില്ല, ഇങ്ങോട്ട് ഇറങ്ങി. എന്തിന്? നീ എന്താ ചെയ്യുന്നത്? ഓക്കെ, ബലൂണും കളറും എല്ലാം വണ്ടിയുടെ പുറകിലുണ്ട്. ആർക്കൊക്കെ അത് വേണോ അവർ വണ്ടിയുടെ പുറകിൽ പോയിരിക്കും. ചെല് 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 ചെല്. ഉറങ്ങി. എന്റെ കാലും തൊടണം, അവളെ ഇങ്ങോട്ട് അയക്കി. ആ അയക്കാം, ഇപ്പൊ തന്നെ അയക്കാം മോനെ, ഇപ്പൊ തന്നെ. പ്രണവ്, നമ്മൾ എന്താ വിചാരിച്ചത്? എന്താ നടന്നത്? നമ്മുടെ സകല പ്ലാനുകളും വെള്ളത്തിലായി. ഏത് പ്ലാൻ? ഓ, എനിക്ക് മനസ്സിലായി. നിങ്ങൾ എനിക്ക് ബാങ്ക് തരാനുള്ള പ്ലാനിലായിരുന്നല്ലേ? പക്ഷേ കുടിപ്പിക്കാൻ പറ്റിയില്ല അല്ലേ? നന്നായി ഞാൻ ബാങ്ക് കുടിക്കാത്ത. കുടിച്ചില്ലെങ്കിൽ ഇവിടെ ആകെപ്പാടെ അലമ്പാക്കിയാണ് ഞാൻ. കണ്ടില്ലേ ഇപ്പൊ എത്ര ഡീസന്റ് ആയിട്ടാ ഞാൻ പെരുമാറുന്നതിന്. നീ പിന്നെ എഴുന്നേറ്റോ? നീ നീ ഇവിടെ ഇരിക്ക, ഇവിടെ ഇരിക്ക. ഇനി നീ ഇവിടെ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്റെ വിധ മാറും. നീ ഇവിടെ നിന്ന് എഴുന്നേറ്റ് സത്യോട് നിന്നെ ബാങ്ക് കുടിപ്പിക്കുക, എന്നിട്ട് നിർബന്ധിച്ച് ഉറക്കം ഞാൻ. എനിക്ക് ബാങ്കൊന്നും കുടിക്കണ്ടോ? നീ മര്യാദയ്ക്ക് കടന്ന് പോയി കിടന്നുറങ്ങ. ഉറങ്ങി. ഞാൻ കഴിക്കും. അയ്യോ താഴെ, അത് പ്രിയയുടെ ശബ്ദമല്ലേ? എന്താ നടക്കുന്നത്? അച്ഛമ്മേ വാ പോയി നോക്കാം. അതെ അച്ഛമ്മ, ഉത്തരം അവളുടെ മുഖത്തേക്ക് അറിഞ്ഞു കൊടുക്കുക. അത് കേട്ട് അവളെ വായടഞ്ഞു പോട്ടെ. കരിമുഖക്കാരി. എന്താ നീ പറഞ്ഞ? കരിമുഖക്കാരിയോ? ആ, കറുത്ത മുഖമുള്ളവൾ കരിമുഖി. അച്ഛമ്മ, എന്റെ മുഖത്ത് കറുത്ത നിറം പറ്റിയിട്ടുണ്ടോ? കറുത്ത നിറം പറ്റിയതല്ല, എന്റെ മുഖം മനസ്സൊക്കെ കറുത്തതാ. എന്റെ മുഖം കറുത്തതാണോ? ഒരു മിനിറ്റ്. നിങ്ങൾ രണ്ടാളും ഇങ്ങനെ വഴക്കുണ്ടാക്കല്ലേ? നിങ്ങൾക്ക് എന്താ ഇപ്പൊ അറിയേണ്ടത്? അബിയുടെ മേലെ ആർക്കാ കൂടുതൽ അവകാശം ഒന്നല്ലേ? എന്നാ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ രണ്ടുപേരും കൂടി അബിയോട് തന്നെ ചോദിക്ക. വേഗം ചെല്ല, പോയി അബിയോട് ചോദിക്കുക ആർക്കാ കൂടുതൽ അവകാശം എന്ന്. എന്നിട്ട് അവൻ എന്ത് പറയുന്നോ അതുപോലെ ചെയ്യാം. ആർക്കാണോ അബിയുടെ മേൽ കൂടുതൽ അവകാശം അവൻ അബിയുടെ അല്ല, എന്റെ ഭർത്താവാനുള്ള ആളാ. ഭർത്താവാകാൻ പോകുന്ന ആള്. ഓ, സയന്റിസ്റ്റ്. ഞാൻ ഇവളുടെ ബോയ് ഫ്രണ്ട് ഒന്നുമല്ല, ഞാനേ ഇവളുടെ ഭർത്താവാണ്. എനിക്കിപ്പോ കുഞ്ഞിനെ വേണം. എനിക്കൊരു കുഞ്ഞിനെ വേണം. ഒരു മിനിറ്റ്. നിങ്ങൾക്ക് കുഞ്ഞല്ല വേണ്ട, ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്താ ഇതെല്ലാം? എന്തുമാതിരി സംസാരമായിരുന്നു ഇതെല്ലാം? നീ പറഞ്ഞതെല്ലാം നിനക്ക് ഓർമ്മയുണ്ടോ? ഈ കുഞ്ഞ് എന്റെ ബോയ് ഫ്രണ്ടിന്റേതാണ്, പിന്നെ അബി എന്റെ ബോയ് ഫ്രണ്ട് അല്ല. ഇതല്ലേ പറഞ്ഞത്? അബി നിന്റെ ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ പിന്നെ ഈ കുഞ്ഞിന്റെ അച്ഛനാരാ? ഉത്തരം പറയാൻ. ഈ കുഞ്ഞ് ആരുടേതാ? തനി നീ എന്താ ഒന്നും മിണ്ടാത്തെ? അച്ഛമ്മ ചോദിക്കുന്നത് കേട്ടില്ലേ? ഇനി ഞാൻ നിന്റെ ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ പിന്നെ ഞാനാരാ? എന്റെ ബോയ് ഫ്രണ്ട്. നീ എന്തായാലും അത് വിട്. നീ ഇത് പറ,
ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഞാൻ നിന്റെ ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ഞാൻ നിന്റെ ആരാ? Stupid. നീ എന്റെ ഭർത്താവാനുള്ള ആളാണ്. അയ്യോ അച്ഛമ്മേ, ഇതെല്ലാം എന്തിനാ ഇത്രയ്ക്ക് സീരിയസ് ആയിട്ട് എടുക്കുന്നേ? ഈ കാര്യങ്ങൾക്കൊന്നും വാലുമില്ല തലയുമില്ല. ഞങ്ങൾ 3 പേരും ബാങ്കിന്റെ ഹാങ് ഓവറിലായിരുന്നില്ലേ? അപ്പോൾ മനുഷ്യന്റെ കൺട്രോള് വായിലും കാണില്ല തലയിലും കാണില്ല. എന്തും പറഞ്ഞെന്നിരിക്കും. എന്റെ ജീവിതത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റൂ. എത്രയൊക്കെ വെറുത്തിട്ട് ഞാൻ അവളുടെ പേരല്ലേ കുടിച്ച് ഫിറ്റ് ആയിരുന്നപ്പോ പോലും പറഞ്ഞത്. എനിക്കറിയാം അവൾ എന്നോട് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ എന്തുമാത്രം തെറ്റാണെന്നുള്ളത്. എന്നിട്ടും ഞാൻ അവളുടെ പേരല്ലേ പറയുന്നത്. എനിക്ക് അവളെ അത്രയ്ക്ക് വെറുത്തേ പറ്റൂ തനു. അതിപ്പോ സ്വബോധത്തോടെ ആണെങ്കിലും അല്ലെങ്കിലും ഇനി എന്റെ മനസ്സിൽ അവളോടുള്ള ശത്രുത മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. കാര്യം ഞാൻ അവളെ വെറുക്കുന്നത് വരെ ഈ സ്നേഹം അത് പോകത്തില്ല തനു. അതുകൊണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അറിയില്ല അബി ഇനി എന്താ ചെയ്യാൻ പോകുന്നെന്ന്. ആദ്യം കോംപ്ലിക്കേറ്റഡ് ആയിരിക്കുന്ന ഈ മാറ്ററിനെ ഇനിയും വഷളാക്കാതിരുന്ന ഒരു പക്ഷേ മദ്യലഹരിയിലാണെങ്കിൽ പോലും നിഖിലിന്റെ പേര് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ കാര്യങ്ങൾ വേറൊരു വിധത്തിലായി പോയേനെ. അതിനുവേണ്ടിയാ ഞങ്ങൾ ഈ വീഡിയോ എടുത്തത്. എങ്ങനെയെങ്കിലും അവളുടെ വായിൽ നിന്ന് നിഖിലിന്റെ പേര് വരുന്നുണ്ടോന്നറിയാൻ. പക്ഷെ തനു അവളുണ്ടല്ലോ നല്ല വാശിക്കാരിയാ. ലഹരിയിലായിരുന്നപ്പോ പോലും അവൾക്ക് എവിടെയോ നല്ല ഓർമ്മയുണ്ടായിരുന്നു ഒരിടത്തും നിഖിലിന്റെ പേര് പറയരുതെന്ന്. അതുകൊണ്ടാണ് അവൾ പറയാത്തത്. അച്ഛമ്മ ആ കഥയൊക്കെ വിട്ടേക്ക്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളതിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അതുമല്ല നമ്മൾ ആഗ്രഹിച്ച കാര്യം നടക്കുന്നുമുണ്ട്. പിന്നെ ആ തനും സ്വയബോധത്തോടെ പേടിച്ചിട്ട് അബിയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞതല്ലേ. പക്ഷെ നമ്മുടെ സമയം മോശമായതുകൊണ്ടാവാം അബിക്ക് ബോധമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവനൊന്നും മനസ്സിലായതുമില്ല. എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. റോണിയെ പേടിച്ച് തനു എല്ലാം പറയുന്നുണ്ട്. അപ്പോ ഇനി അവൾ വീണ്ടും പേടിച്ചിട്ട് അബിയുടെ മുന്നിൽ ചെന്ന് എല്ലാ തെറ്റുകളും ഏറ്റു പറഞ്ഞാലോ പ്രിയച്ചി? നീ പറഞ്ഞത് ശരിയാ. കാലിളകിയ ഭൂതത്തിന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. റോണിയെ കൊണ്ട് അവളെ അത്രയ്ക്ക് പേടിപ്പിച്ച് ആ പേടിയിൽ അവൾ സത്യം മുഴുവൻ പറയണമെന്നാ. അച്ഛമ്മൻ അതിന്റെ പ്ലാനിംഗ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മളൊരു കാര്യം മാത്രം ചെയ്താൽ മതി. തനുവിനെ അബിയിൽ നിന്ന് അകറ്റി നിർത്തണം. കാരണം അബി കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് തനുവിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ശരി, ബുദ്ധിമുട്ടുള്ള ജോലി എപ്പോഴും ഞാൻ ചെയ്യണമല്ലോ. അദ്ദേഹത്തിന് അത്രയ്ക്ക് കേൾപ്പിച്ചെങ്കിൽ ഇനി കേൾക്കേണ്ടത് ഞാനാണല്ലോ. വെരി ഗുഡ് റോണി. നീ ഇപ്പൊ ചെയ്യുന്നതിന്റെ ഒക്കെ ഇഫക്റ്റ് തനുവില് കാണുന്നുണ്ട്. റോണി, ഹോളി ദിവസം നീ തനുവിന്റെ മുഖത്ത് നിറം തേച്ചില്ലേ? അക്കാര്യം വിട്ടേക്ക്. പക്ഷെ അവളുടെ യഥാർത്ഥ മുഖം ഉണ്ടല്ലോ, അതിന്റെ നിറം പോയിരിക്കുക. അയ്യോ അച്ഛമ്മേ, ഇതൊന്നും ഒന്നുമല്ല. ഇനി കണ്ടോ, ഞാൻ അവളുടെ റൂമിൽ പോയി അവളെ പേടിപ്പിച്ചൊരു വഴിയാക്കും. അവളുടെ ചുമന്ന ചോര വിളറി വെളുക്കും. വേണ്ട റോണി, എടുത്തുചാട്ടം കാണിക്കരുത്. ഈ സമയം അവളുടെ റൂമിലേക്ക് പോവരുത്. കാരണം തനുവിനോടൊപ്പം അദ്ദേഹം അവിടെയുണ്ട്. അദ്ദേഹം ഒരിക്കലും അറിയാനും പാടില്ല തനു ഈ പറയുന്നതിലൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടെന്ന്. അദ്ദേഹത്തിന് തോന്നണം ഇതൊക്കെ അവളുടെ വെറും ഭ്രമമാണെന്ന്. അവള് ശരിക്കും ഒരു ഭ്രാന്തിയെ പോലെ ബിഹേവ് ചെയ്യാണെന്ന്. എന്തായാലും ഞാനൊന്ന് ചെന്ന് നോക്കിയിട്ട് വരാം. ഞാൻ നിനക്ക് മെസ്സേജ് അയക്കുമ്പോൾ മാത്രമേ നീ ആ റൂമിലേക്ക് പോകാവൂ. തനു ഒരിക്കലും അറിയാനും പാടില്ല നീ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെന്ന്. അയ്യോ ചേച്ചി ടെൻഷൻ അടിക്കണ്ട. സത്യം പറഞ്ഞാ എനിക്കും ഇപ്പൊ തോന്നുന്നുണ്ട് ഞാൻ ശരിക്കും പ്രേതാണോ എന്ന്. പിന്നെ അവൾക്ക് എങ്ങനെ തോന്നാതിരിക്കും? അച്ഛമ്മ കുറച്ചു നേരം റെസ്റ്റ് എടുക്ക. അതുമല്ല, ഈ വീട്ടിൽ ഇനി ഉയരാൻ പോകുന്ന നിലവിളികൾ കാരണം ഇന്നത്തെ ഉറക്കം എന്തായാലും പോയി കിട്ടും. ശരിയാ, നമുക്ക് പോകാം. എന്നോട് ക്ഷമിക്കൂ. ഞാൻ ഒരു തെറ്റും ചെയ്തില്ല. ഞാൻ മനഃപൂർവ്വം അല്ല ഇങ്ങനെ ചെയ്തത്. എനിക്ക് തെറ്റ് പറ്റും. പ്ലീസ് എന്നോട് ക്ഷമിക്കൂ. പ്ലീസ് എന്നോട് ക്ഷമിക്കൂ. അബേ, ഞാൻ പറയുന്ന സത്യം. അവിടെ മുറിയിൽ ആരോ ഉണ്ട്. അയാൾ എന്നെ കൊല്ലാൻ നോക്കി. ഞാൻ ഓടി രക്ഷപ്പെട്ടതാ. 2-3 ദിവസമായി നീ പറയാ ആരോ നിന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു. എന്നാ ആരാന്ന് പറയുന്നില്ലല്ലോ. വീട്ടിന്റെ പുറത്ത് ഇത്ര സെക്യൂരിറ്റി ഉള്ളപ്പോ ആര് വരാനാ ഇതിനകത്ത്? ശരി വാ, ഞാനും നോക്കട്ടെ. ഞാനിവിടെ ഉണ്ടായിട്ടും
ഈ വീട്ടിൽ കയറി നിന്നെ കൊല്ലാൻ നോക്കുന്ന ആരാണെന്ന്? വേണ്ട അബി, പ്ലീസ്, എനിക്ക് പേടിയാവുന്ന അബി, ഞാൻ തനു, വരില്ല. നീ എന്തിനാ പേടിക്കുന്നേ? ഞാനും നിന്റെ കൂടെ വരുമല്ലേ. പിന്നെ പ്രിയയും കൂടെ ഇല്ലേ? പ്രിയ, നീ കൂടെ വാ. അബി, ഈ മുറിയിലാണോ? നീ ഒന്ന് വന്നേ തനു. ഇവളെ കൊല്ലാൻ നോക്കിയത് ആരാണെന്ന് ഇവള് ഇതുവരെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇവളെ ഇനിയും പേടിപ്പിക്കണം. ഇവളെ എത്രയും വേഗം ഒരു ഡോക്ടറെ, സൈക്കാട്രിസ്റ്റിനെയോ കാണിക്കണം. ഇല്ലെങ്കിൽ നമ്മളെ കൂടെ ഇവള് ഭ്രാന്താക്കും. എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ എനിക്ക് തോന്നിയത് പറഞ്ഞു. നോക്കൂ, നിങ്ങൾക്ക് ഇവളുമായിട്ട് വട്ട് കളിക്കാൻ താല്പര്യമാണെങ്കിൽ ആയിക്കോളൂ. പക്ഷെ എനിക്കിതിനൊന്നും സമയമില്ല. പിന്നൊരു കാര്യം, ഇനി ഇങ്ങനത്തെ സ്വപ്നം കാണുകയാണെങ്കിൽ ദയവ് ഇത് നിലവിളിക്കരുത്. എന്റെ ഉറക്കം കളയാനാണ് നിന്റെ ഭാവമെങ്കിൽ ഞാൻ തന്നെ നിന്നെ ഏതെങ്കിലും ഭ്രാന്താശുപത്രിയിലാക്കും. ഇതൊക്കെ എങ്ങനെ മാഞ്ഞു പോയി? ഇതൊക്കെ ശരിക്കുള്ളതാണോ അതോ ഞാൻ സ്വപ്നം കാണുന്നു? സൈക്കാട്രിസ്റ്റിനെ വിളിച്ചത് എന്തിനാ? ഇത്രയും ഫീസ് കൊടുത്തത്? ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് നീ വരില്ലേ? നീ പൈസയൊക്കെ തരും, പിന്നെ അതിന്റെ കണക്കും പറഞ്ഞോണ്ടിരിക്കും. ഐ ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് ഇൻ ടു ഓൾ ദാറ്റ്. അതുകൊണ്ട് നിനക്ക് കുറച്ചെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ നീ തന്നെ പോയി നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കൊണ്ടുപോകും. നിനക്ക് പറ്റിയില്ലെങ്കിൽ മാത്രം എന്നോട് പറയും. അപ്പോൾ ആ കാര്യം ഞാൻ നോക്കിയോളാം. തന്നെ നിങ്ങൾ കാരണമല്ല, അവളുടേതായ കാരണങ്ങളാലാണ് ഭ്രാന്തിയാവുന്നത്. അവൾക്ക് പ്രേതമല്ല, സ്വന്തം തെറ്റാണ് കണ്ണി കാണുന്നത്. ഇതൊരു തുടക്കം മാത്രം. ഒന്നുകിൽ അവൾ ഭ്രാന്തിയാവും, ഇല്ലെങ്കിൽ അതിനു മുൻപ് തന്നെ സത്യം തുറന്നു പറയും. ആകാശിന് നിന്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ട്, അതല്ലേ പറയാതെ പോയത്. നീ ഉറങ്ങിക്കോട്ടെന്ന് കരുതി കാണും. സാധാരണ ഭർത്താക്കന്മാർ ഓഫീസിൽ പോകുന്നതിന് ഭാര്യമാർക്ക് അറ്റൻഷൻ തരുന്നത്. എന്റെ തുണി തേക്ക്, ഭക്ഷണം തയ്യാറാക്ക്, വെള്ളം ചൂടാക്കിയോ, അല്ലേ? ലക്കിയാ നീ. ആ ഏട്ടത്തി. പക്ഷെ ഇതെല്ലാം എന്താ ഏട്ടത്തി? ആരെങ്കിലും വരുന്നുണ്ടോ? എന്റെ കുട്ടിക്കാലത്തെ ബെസ്റ്റ് ഫ്രണ്ട് വരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ കാണുന്നത്. അവള് നാട്ടിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഭക്ഷണം കഴിക്കാൻ ഇങ്ങോട്ട് വിളിക്കാന്ന്. അവള് വരുന്നുണ്ടാവും, അതുകൊണ്ടാ ഇതെന്താ ചെയ്യുന്നേ? വർത്തമാനം കേട്ട് വെക്കാണോ? പറഞ്ഞ ജോലി പെട്ടെന്ന് ചെയ്യ്. അല്ല പിന്നെ. ശരി ഏട്ടത്തി, ഞാൻ പോയിട്ട് വരാം. പെട്ടെന്ന് ചെയ്യ്. അവളിപ്പോ വരും. ബിഹേവ് ചെയ്യാൻ നോക്ക്. അപ്പൊ നീ മറ്റുള്ളവരെ പോലെ എനിക്ക് വട്ടാന്ന് പറയുവല്ലേ? എന്റെ വിഷമം മനസ്സിലാക്കുമെന്ന്, ഏതവസ്ഥയിലാ ഞാൻ ഇവിടെ കഴിയുന്നതെന്ന് മനസ്സിലാക്കുമെന്ന് എല്ലാം അറിയാമായിരുന്നിട്ടും എനിക്ക് ആരോടും ഒന്നും പറയാൻ കഴിയുന്നില്ല. റോണിയെ കണ്ടിട്ട് റോണിയുടെ പേര് പറയാൻ കഴിയുന്നില്ല. പക്ഷെ ഞാൻ ഇതൊക്കെ എന്തിനാ നിന്നോട് പറയുന്നേ? നീയും എനിക്ക് ഭ്രാന്താണെന്ന് തന്നെയല്ലേ പറയുന്നേ? നീ നോക്കിക്കോ, ഒരു ദിവസം റോണി വന്ന് എന്നെയും കൊന്ന് എന്നെയും പ്രേതമാക്കും. എന്നിട്ടും അന്ന് നിനക്ക് മനസ്സിലാവും ഞാൻ പറയുന്നത് സത്യമാണ്. സ്വീറ്റ് ഹാർട്ട്, നിനക്ക് ഭ്രാന്താണെന്നല്ല ഞാൻ പറഞ്ഞത്. നീ ഒരു കാര്യം ചെയ്യ്, റോണിയെ അടുത്ത തവണ നീ കാണുമ്പോ ഒളിച്ചിരുന്ന് ഫോട്ടോയോ അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡോ ചെയ്യും. മനസ്സിലായോ? ഇതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നാണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇപ്പൊ നമുക്ക് ഇങ്ങനൊരു മാർഗ്ഗമുള്ളൂ. എല്ലാം റെക്കോർഡ് ആയിക്കോളും. പിന്നെ സത്യാവസ്ഥ എന്താന്ന് എനിക്ക് ശരിക്കും അറിയാനും സാധിക്കും. റോണിയുടെ ഫോണോ? പക്ഷെ റോണിയുടെ മൊബൈൽ. എന്റെ ഈശ്വര, ഇവൻ പകലും എന്നെ ശല്യം ചെയ്യാൻ തുടങ്ങിയോ? ഹലോ ഹലോ. പകലിലെ വെളിച്ചം കാണാവുന്ന അത്രയും നീ കണ്ടോ? കാരണം ഇന്നത്തെ രാത്രി നിന്റെ അവസാനത്തെ രാത്രിയായിരിക്കും. ഞാൻ ഒന്നാമത് ഭ്രാന്ത് പിടിച്ചിരിക്കുക. ദയവ് ചെയ്ത് എന്റെ BP കൂട്ടരുത് പ്ലീസ്. നിങ്ങൾ എന്നെ ഒന്ന് വെറുതെ വിട്. ആ ശരി, ഞാൻ വെറുതെ വിട്ടേക്കാം. അല്ലെങ്കിലും എനിക്ക് നിന്റെ കാര്യത്തിലും ഇൻട്രസ്റ്റ് ഇല്ല, നിന്റെ പ്രേതത്തിന്റെ കാര്യത്തിലും ഇൻട്രസ്റ്റ് ഇല്ല. ആ പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്തിനാന്നറിയാമോ? അഭി എന്നോട് പറഞ്ഞു എന്തോ ജോലിയുണ്ട്, തനുവിനെ വിളിച്ചോണ്ട് വന്നു. അഭിയോ? അവൻ എവിടെയാ? മുറിയിലുണ്ടാവും, അല്ലാതെ എവിടെ? ആ നിന്ന് കോറിഡോറിലെ ലൈറ്റില് ഒരെണ്ണം കേടാ. നിന്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോ നിന്നെ കാണുമ്പോ ചിലപ്പോ ആ ലൈറ്റ് അങ്ങ് ഓഫ് ആയി പോവും. അവസാനം ഏതെങ്കിലും മതിലെ ചെന്ന് ഇടിച്ചിട്ട് നീ താഴെ വീഴാതെ നോക്കണേ. സത്യമായിട്ടും ഞാൻ അവളെ വെറുതെ വിടില്ല. ആന്റി, ഇത് ആന്റിക്ക് വേണ്ടിയാ. എനിക്കറിയാം ആന്റി രാത്രി മുഴുവൻ ഉറങ്ങിയില്ല എന്ന്. അമ്മ ഉറങ്ങിയില്ലെന്ന് എങ്ങനെ മനസ്സിലായി? എന്തെന്ന് വെച്ചാൽ ആന്റി ഉറങ്ങിയിരുന്നെങ്കിൽ ബുൾബുൾ എന്റെ സ്വപ്നത്തിൽ വരില്ലായിരുന്നു പ്രിയേച്ചി.
പ്രിയച്ചയ്ക്കറിയോ അവളെന്റെ സ്വപ്നത്തിൽ വന്ന ഈ പൂക്കൾ അവളുടെ അമ്മയ്ക്ക് നൽകാൻ പറഞ്ഞു. പിന്നെ പ്രിയച്ചി ഇന്നലെ രാത്രി തനുവിനെ എന്താ ചെയ്ത നിങ്ങള്? തനു നിലവിളിക്കുന്ന ശബ്ദം കേട്ടു. ഞാൻ മനഃപൂർവ്വം സൈക്യാട്രിസ്റ്റോ എന്തിന്? അച്ഛമ്മേ, നമുക്ക് ചെയ്യാൻ കഴിയാത്തോണ്ട് ഇത്രയൊക്കെ നടന്നത് ശരിക്കും നടന്നതാണോ അതോ അല്ലയോന്ന് അവൾക്കിപ്പോ വല്ലാത്തൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഈ സമയത്ത് ഒരു സൈക്യാട്രിസ്റ്റ് വരുന്നത് നമ്മുടെ പണി എളുപ്പമാക്കും അച്ഛമ്മേ. ഒരു സൈക്യാട്രിസ്റ്റ് വരികയാണെങ്കിൽ അയാൾ ആദ്യം ചോദിക്കുന്നത് നമുക്ക് അറിയേണ്ടതും എന്നാൽ ചെയ്യാൻ കഴിയാത്തതുമായ കാര്യങ്ങളായിരിക്കും. പക്ഷെ നമുക്കിപ്പോ കിട്ടേണ്ടത് നമ്മുടെ ജോലി കുറച്ച് എളുപ്പമാക്കുന്ന ഒരു സൈക്യാട്രിസ്റ്റിനെ. ചേച്ചി അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. എനിക്ക് കുറച്ച് സൈക്കാട്രിസ്റ്റിനെ അറിയാം. ഞാൻ അവരെ ഫോൺ ചെയ്ത എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞോളാം പ്രിയേച്ചി. സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചിലപ്പോ അയാളുടെ ജീവൻ എടുക്കും എന്ന് വെച്ചാ ഇവരുടെ ഭാവി ഭർത്താവിന്റെ പോലും. യെസ്, ആരാണ് ഇവരുടെ മുമ്പിലുള്ളത്? അയാളുടെ. കാരണം ആ സമയത്ത് ഇവരവരുടെ ഭയത്തിൽ മാത്രമാണ് ജീവിക്കുക. ആ സമയത്ത് ഇവർ കാണുന്നതെല്ലാം ഇവരുടെ മനസ്സ് ഇവരെ കാണിക്കുന്നതായിരിക്കും. ഇതിനെല്ലാം ഒരേ ഒരു സൊല്യൂഷനേ ഉള്ളൂ. നിങ്ങൾ തന്നെ ഈ ഭയം നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കണം. മനസ്സിൽ നിന്നും ഈ ഭയം ഒഴിവായി പോകാത്തിടത്തോളം നിങ്ങൾ നോർമൽ ആവുക എന്നത് ബുദ്ധിമുട്ടാ. ഇനി അഥവാ ഭയം പുറത്തേക്ക് വന്ന ആരാ എന്നെ കൊല്ലാൻ പോകുന്നെന്ന് ഞാൻ പുറത്ത് പറഞ്ഞ എന്റെ ജീവിതം കൂടുതൽ നരകമായിട്ട് മാറും. അഥവാ ഈ സൈക്കാട്രിസ്റ്റ് പറയുന്നത് സത്യമാണെങ്കിൽ ഇങ്ങനെ പോയാൽ ഞാൻ ശരിക്കും ഭ്രാന്തിയായിട്ട് മാറും. തനു ഇത് വളരെ സീരിയസ് ഇഷ്യൂ ആ. നീ ഇതിനെ ചെറുതായിട്ട് കാണാതെ നോക്ക് തനു. നീ ആലോചിച്ച് കൺഫസ് ചെയ്യേ. നമുക്കിതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടല്ലേ പറ്റൂ തനു. നീ ഒന്ന് നന്നായിട്ട് ആലോചിക്കുക. എന്നിട്ട് ഓർമ്മിച്ചെടുക്കാൻ നോക്ക്. അറിയാതെയാണെങ്കിലും നീ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് അറ്റ്ലീസ്റ്റ് നീ എന്നോടെങ്കിലും ഒന്ന് പറയും. ഞാൻ ആരോടും പറയില്ല. പ്ലീസ് ടെൽ മീ തനു. നോക്കബി, അഥവാ നിനക്ക് എന്നെക്കാൾ വിശ്വാസം ഈ ഡോക്ടർ പറയുന്നതാണെങ്കിൽ നീ അങ്ങനെ വിശ്വസിച്ചു. പക്ഷെ എന്നെ ബുദ്ധിമുട്ടിക്കാൻ വരണ്ട. ഞാനൊരു ഗിൽറ്റി അല്ല. ഞാൻ തെറ്റായി ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ആരും ഒന്നും തന്നെ ചെയ്തിട്ടില്ല. സോ പ്ലീസ്, എനിക്ക് ആരുടെ ഒരു കളിക്കുന്ന നാടകം ഉണ്ടല്ലോ അതങ്ങ് അവസാനിപ്പിച്ചേക്കും. ഇന്ന് ഞാൻ ആ സൈക്കാട്രിസ്റ്റിന്റെ ഫീസ് കൊടുത്തു എന്ന് കരുതി ഇനി ഇത് ആവർത്തിക്കില്ല. ഇനി നിനക്ക് ശരിക്കും ഭ്രാന്ത് വന്നാലും അഥവാ നീ ഇനി ഭ്രാന്ത് അഭിനയിച്ചാലും ഇനി വരുന്ന സൈക്കാട്രിസ്റ്റുകൾക്ക് വേണ്ടി ഒരു പൈസ കളയാൻ ഞാൻ തയ്യാറല്ല. ഇനി എന്ത് കേൾക്കാനാ നിൽക്കുന്നത്? ഇതുവരെ ഞാൻ പറഞ്ഞതൊന്നും നിനക്ക് മനസ്സിലായില്ല എന്നുണ്ടോ? എങ്കിൽ ചെല്ല്, എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കണം. ആ ദിവസം കഴിഞ്ഞ് റോണി ഇങ്ങോട്ട് വന്നിട്ടേയില്ല. ഫോൺ വിളിച്ചാലൊട്ട് എടുക്കുന്നുമില്ല. ഇങ്ങനെയൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. പറയാതെ ഒന്നും പോവാറേയില്ല. ശരിയാ, റോണിയെ ഞാനും കണ്ടില്ല. കോൺസേർട്ട് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നില്ലല്ലോ. അറിയില്ല എങ്ങോട്ടാ പോയതെന്ന്. എന്തെങ്കിലും ആട്ടെ. തനുവിന് മാത്രമേ അറിയൂ റോണിയെ എങ്ങോട്ട് അയച്ചതെന്ന്. റോണിയുടെ പ്രേതം അവളെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്നവൾ പറയുകയാണെങ്കിൽ അവൾ ആഗ്രഹിച്ചില്ലെങ്കിലും എല്ലാ സത്യങ്ങളും അവൾ പറയേണ്ടി വരും. അവളുടെ ഫോണും സ്വിച്ച് ഓഫാ. വീട്ടിലുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയത്തില്ല. ചിലപ്പോ ഇനി അവളുടെ റൂമിലുണ്ടാവുമായിരിക്കും. ഈ നിഖിൽ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇടയ്ക്കിടയ്ക്ക് മുകളിലേക്ക് നോക്കുന്നു, പിന്നെ താഴേക്കും. പക്ഷെ ആരോടും ചോദിക്കാതെ എങ്ങനെയാ മുകളിലേക്ക് പോകുന്നത്? അയാളോട് ചോദിച്ചാലോ? വേണ്ട മൈഥിലി, ഇയാളുടെ പുറകെ പോയി ഇയാളെ ശ്രദ്ധിക്കണം. ഇല്ലയോന്ന് ചേട്ടത്തി എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാമോ? പ്ലീസ് അബിയെ ഒന്ന് അറിയിക്കാമോ ഞാൻ വന്നിട്ടുണ്ടെന്ന്? എനിക്ക് അവനൊന്ന് കാണണമായിരുന്നു. നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് എന്താ തോന്നുന്നേ? ജോലിക്കാരിയാണെന്നോ? ഞാൻ ഈ വീട്ടിലെ മരുമകളാ, ജോലിക്കാരിയല്ല. നിങ്ങൾ പറയുന്നത് പോലെയൊക്കെ അങ്ങ് അനുസരിക്കാം. അയ്യോ, ഞാൻ അങ്ങനൊന്നും അർത്ഥമാക്കിയില്ല. പിന്നെ എന്തായിരുന്നു ഉദ്ദേശം? നിങ്ങൾക്ക് അബിയെ കാണേണ്ടത് അത്ര അത്യാവശ്യമാണെങ്കിൽ ഫോൺ ചെയ്താ പോരെ? എന്നിട്ട് ചോദിക്ക് എവിടെയാണെന്ന്. അല്ലെങ്കിൽ കുറച്ച് കഷ്ടപ്പെട്ട് മുകളിലേക്ക് ചെല്ല്. എന്നിട്ട് നോക്ക് അവൻ റൂമിലുണ്ടോ ഇല്ലയെന്ന്. എനിക്കറിയില്ല എല്ലാവരും എന്താ ജോലിക്കാരിയായി കാണുന്നെന്ന്. മൈഥിലി, വേഗം നീ കുറച്ച് പുതിയ ഡ്രസ്സ് വാങ്ങിക്കോ. ഇല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ ജോലിക്കാരിയായിട്ട് തന്നെ കാണും. ആദ്യം തനുവിന്റെ മുറിയിൽ പോയി നോക്കാം.
അവളവിടെ ഉണ്ടോന്ന്. ഇല്ലെങ്കിൽ അബിയെ കാണും. ആന്റി പേടിക്കൊന്നും വേണ്ട. ആന്റിക്ക് എന്താ ദേഷ്യം വരുന്നുണ്ടോ? ആ സർലാൻറ്റി എന്താ ആന്റി, ആന്റിക്ക് വല്ലതും പറയണമെന്ന് തോന്നുന്നുണ്ടോ? ആന്റി മനസ്സിൽ എന്നെ ചീത്ത വിളിക്കുകയാണോ? ഒരു അഡ്വൈസ് തരാം. ഈ പ്രായത്തിൽ ആന്റി എന്നും ഭഗവാനോട് പ്രാർത്ഥിക്കണം ഇപ്പോഴുള്ള ഈ അവസ്ഥ തുടരാൻ വേണ്ടി. അഥവാ സുഖപ്പെട്ടാൽ ഞാൻ തന്നെ ആന്റിയെ മുകളിലേക്ക് പറഞ്ഞയക്കും. ഞങ്ങളുടെ കല്യാണം ഒന്ന് കഴിഞ്ഞാൽ മാത്രം മതി. ഞാൻ തന്നെ സത്യമെല്ലാം എല്ലാവരോടും പറയാം. ഇങ്ങനെ നോക്കിക്കൊണ്ട് ആന്റി എന്തെങ്കിലും പറയുകയാണോ? കുറച്ചുകൂടെ ഓർക്കെ, കുറച്ചുകൂടെ. എന്തായി പറയുന്നേ? കേൾക്കുന്നില്ല. വീണത് അമ്മ ഈ മുറിയിൽ ഒറ്റയ്ക്കായിരുന്നല്ലോ. നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നേ? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് എന്താ ഇവിടെ ചെയ്യുന്നെന്ന്. അബി, ആക്ച്വലി ഞാൻ നിന്നെ കാണാൻ വന്നതാ. അപ്പൊ താഴെ ആരെയും കണ്ടില്ല എന്നാ വിചാരിച്ചു മുകളിലേക്ക് വന്ന് നോക്കാന്ന്. അങ്ങനെ ഞാൻ മൈഥിലിനടുത്തോട് ചോദിച്ചു. അപ്പൊ അറിയില്ലെന്ന് പറഞ്ഞു. ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്തതാ നിന്നെ ഒന്ന് വിളിക്കാൻ. അപ്പൊ അവര് പറഞ്ഞു നിങ്ങൾ തന്നെ മുകളിൽ ചെന്ന് നോക്കിയാൽ മതിയെന്ന്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ കാണാനായി മുകളിലേക്ക് വന്നത്. പിന്നെ ഇതുവഴി വന്നപ്പോ എന്തോ താഴെ വീഴുന്ന ശബ്ദം കേട്ടു. അങ്ങനെ ഒന്ന് നോക്കിയപ്പോ സർലാൻറ്റി ആന്റി വീണ് കിടക്കുന്നത് കണ്ടിട്ട് നീ എന്താ ഞങ്ങളെ വിളിക്കായിരുന്നത്? ഇല്ല, അത് ഞാൻ പറയാൻ തുടങ്ങി. ഞാൻ അവനോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും ഒളിക്കാന്ന് വിചാരിച്ചു. ഞാൻ ഒരു റൂമിലേക്ക് കയറി. അപ്പോ സർലാൻറ്റി ആ റൂമിലുണ്ടായിരുന്നു. എനിക്കെങ്ങനെ അറിയാം അവരവിടെ കിടക്കുമെന്ന്? എന്നിട്ട് നിന്റെ തലയ്ക്ക് എന്താ സുഖമില്ലേ? നിനക്ക് എന്ത് കാര്യമാണ് ഇതൊക്കെ ചെയ്യാൻ? നിഖിൽ, ഇന്ന് നീ അവരെ ദേഷ്യം എടുപ്പിച്ചത് കാരണം അവരുടെ കൈ അനങ്ങി. നാളെ കാലനങ്ങും, നാവും അനങ്ങും. അപ്പൊ നീ ഇനി എന്താ ചെയ്യാ? ഇതൊന്നും തന്നെ ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. ഞാൻ അങ്ങനെ അറിയാനാ? ഇന്നലെ വരെ ഒരു ഗ്ലാസ് വെള്ളം പോലും എടുക്കാൻ കഴിയാത്ത ആ കളവി ഇന്ന് എന്റെ കഴുത്തിൽ കയറി പിടിക്കുമെന്ന്. അത് ഇത്ര എനർജിയോടുകൂടി. അല്ല അത് പോട്ടെ, നീ ഇത് പറഞ്ഞേ, നീ എന്താ ഫോൺ എടുക്കാത്തത്? ഇതെങ്ങനെ സംഭവിച്ചു? നിഖിൽ, നിഖിൽ, ബെല്ലിയമ്മേ, എനിക്ക് റോണിയുടെ നമ്പറിൽ നിന്ന് ഫോൺ വന്നിരുന്നു. എന്നെ ഒന്ന് വിശ്വസിക്ക് ബെല്ലിയമ്മേ. ആ നമ്പർ ഞാനാണോ ഡിലീറ്റ് ചെയ്തത്? ഇല്ല, എനിക്ക് തോന്നുന്നത് റോണിയുടെ പ്രേതം മൊബൈലിൽ കിടന്ന് എല്ലാം ഡിലീറ്റ് ആക്കിയെന്നാ. വാട്ട് ആർ യു സേയിങ് തനു? പ്ലീസ്, ഈ ഭൂതം പ്രേതം ഒന്ന് നിർത്ത്. നീ പറയുന്നൊക്കെ എനിക്ക് പ്രൂവ് ചെയ്ത് തരാൻ പറ്റുമോ? എന്നിട്ട് നീ തന്നെ പറയുന്നു എല്ലാരും നിനക്ക് ഭ്രാന്താണെന്ന് പറയാണെന്ന്. ഇതിനെ ഭ്രാന്തെന്നല്ലാതെ മറ്റെന്താ പറയുക? ഇപ്പൊ ഞാൻ പറയുന്നത് കേക്ക്. എന്നിട്ട് വന്നു നോക്ക് സർലാൻഡിയുടെ അവസ്ഥ ഇപ്പൊ എന്താണെന്ന്. വാ എന്റെ കൂടെ വരാൻ. പക്ഷെ ഇതെങ്ങനെ സംഭവിക്കും? എനിക്ക് റോണിയുടെ ഫോൺ വന്നതാ. താനു, നീ എന്റെ കൂടെ വരുന്നുണ്ടോ? എത്രയും വേഗം അവസാനിപ്പിക്കാൻ അവർ ആലോചിക്കുന്നുണ്ടാകും. പ്രിയ, നമ്മൾ പഴയതിനേക്കാൾ ശ്രദ്ധയോടെ ഇരിക്കേണ്ട സമയമാണിത്. അതിന്റെ ഒന്നും ആവശ്യം വരില്ല അച്ഛമ്മ. ഇന്നത്തെ ദിവസം തന്നെ നമ്മൾ ഇതെല്ലാം അവസാനിപ്പിക്കും. ഇന്നത്തെ രാത്രി തനുവിന്റെ ജീവിതത്തിലെ മറക്കാൻ പറ്റാത്ത ഒരു രാത്രിയായിരിക്കും. ഇന്ന് നമ്മൾ അവളെ അത്രമാത്രം പേടിപ്പിക്കും. സത്യം പറയല്ലാതെ വേറെ ഒരു വഴിയും അവൾക്കുണ്ടാവില്ല. പക്ഷെ ഈ കാര്യം റോണി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നതാ വലിയ ബുദ്ധിമുട്ട്. നീ അതോർത്ത് വിഷമിക്കണ്ട. റോണി വളരെ നല്ലൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അവൻ പറയുകയായിരുന്നു ഇന്നത്തെ രാത്രി തനുവിന് ഉറക്കമില്ലാത്ത രാത്രിയായിരിക്കും. റോണി എന്ത് തന്നെ പ്ലാൻ ചെയ്താലും തനുവിന്റെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടെന്നുള്ള കാര്യം അവൻ ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്താനെ. ഇല്ല, സർലാൻറ്റിക്ക് ഇപ്പം കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത് ആന്റി എങ്ങനെ ഡോറിന്റെ അടുത്ത് എത്തിയെന്ന. പിന്നെ വേറൊരു കാര്യം, ആന്റിക്ക് ഇപ്പോൾ ബോധം വന്നാലും ആന്റിയോട് ചോദിച്ചു മനസ്സിലാക്കാനോ അവർക്ക് പറയാനോ പറ്റില്ലല്ലോ. എക്സാക്ട്ലി, ഞാനിപ്പോ അത് തന്നെയാ തനുവിനോട് പറഞ്ഞോണ്ടിരുന്നത്. ആലോചിച്ച് നോക്കിയേ, ആന്റി അവിടെ വരെ എത്തി. അതിനർത്ഥം എന്താന്ന് വെച്ചാ ഷീ മസ്റ്റ് ബി ഫീലിംഗ് ബെറ്റർ. അങ്ങനെ ആന്റി നടക്കാൻ ശ്രമിച്ചു കാണും. പക്ഷെ വീക്ക്നെസ് കാരണം വീണു പോയതാണെങ്കിലോ? അല്ലാതെ ഇപ്പം മറ്റു കാരണങ്ങളൊന്നും ഇല്ലല്ലോ ഇങ്ങനെ വീണു പോവാൻ. ശരിയാ നിഖിൽ, ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചില്ല. ചിലപ്പോൾ നടക്കാൻ ശ്രമിച്ചു കാണും. അങ്ങനെ നടന്ന് ചിലപ്പോൾ ഇവിടെ വന്ന് വീണതായിരിക്കും. ഇനി അങ്ങനെയാണെങ്കിൽ അതൊരു ഗുഡ് ന്യൂസ് ആണല്ലോ. ആരാത്? നിഖിൽ, നീയാണോ? നിഖിൽ, നിനക്കറിയില്ലേ ഞാൻ ഒരുപാട് പേടിച്ചിരിക്കുക. എന്നെ ഇനിയും പേടിപ്പിക്കരുത്. എന്റെ അവസ്ഥ എന്താന്ന് നിനക്ക് നന്നായിട്ട് അറിയാവുന്നതാ. നിഖിൽ, ഞാൻ പറഞ്ഞതല്ലേ നിന്നോട്, ഞാൻ നിന്നെ കൊന്നുകളയുന്നു. എനിക്ക് മാപ്പ് തരണം. ഞാൻ നിനക്ക് മാപ്പ് തരണമെന്നോ? നീ എന്നോട് ചെയ്ത് കൂട്ടിയതിനൊക്കെ മാപ്പ് തരണമെന്നോ?
നീ ഇതുവരെ ഒരുപാട് പാപങ്ങളാ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ ജന്മത്തിൽ നിനക്ക് മാപ്പ് ലഭിക്കാൻ പോകുന്നില്ല. ഇനി നിനക്ക് മരണമായ ഏക ശിക്ഷ. ഇനി നിന്റെ പ്രിയേച്ചിക്ക് നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ നീ മരിച്ചേ മതിയാകൂ. മരിക്കണം നീ. റോണി തനുവിനെ കുടുക്കിയെന്നാ തോന്നുന്നേ. ഇദ്ദേഹത്തെ അവിടേക്ക് എത്താൻ അനുവദിക്കാം. അത് കഴിഞ്ഞാൽ തടയണം. കാരണം തനു അറിയാതെ തന്നെ എല്ലാം സ്വന്തം കണ്ണുകൊണ്ട് അദ്ദേഹം കാണണം. എന്തു പറ്റി? എന്താ? അതാരാ? കള്ളനാ, കള്ളൻ. ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരട്ടെ. വേണ്ടല്ലേ? ഇതുവരെ എല്ലാം ഓക്കെയാണ്. ഐ ഹോപ്പ് ഇവനും എന്റെ ജോലി കൃത്യമായിട്ട് ചെയ്യുമായിരിക്കും. അതെ, എങ്ങോട്ടായി പോകുന്ന? നിനക്ക് വേണമെങ്കിൽ ഞാൻ എത്ര പണം വേണേലും തരാം. എനിക്കറിയാം ഞാൻ നിന്നെ പറഞ്ഞു പറ്റിക്കായിരുന്നു. നിനക്ക് പണം തന്നില്ല. പക്ഷെ നീ ഇപ്പൊ പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ നിനക്ക് പണം തരാം. അയിനോ പണം കൊണ്ട് നിനക്ക് ഒരു പ്രയോജനം ഇല്ലെന്ന്. പക്ഷെ അത് നിനക്ക് നിന്റെ ഫാമിലിക്ക് കൊടുക്കാമല്ലോ. അവർക്കത് പ്രയോജനപ്പെടും. ഞാൻ ആരോടും പറയില്ല. ഐ പ്രോമിസ്. ഞാൻ തന്നെ പണവും കൊണ്ടുവരാം. അല്ലെങ്കിലും പ്രേതങ്ങൾക്ക് ഇനിയും പകരം വീട്ടാൻ സാധിക്കുമല്ലോ. പ്ലീസ് എന്നോട് ക്ഷമിക്കണം. പ്ലീസ്. ഈ ചേച്ചി എന്താ അഭിസാറിനെ കൊണ്ട് വരാത്തെ? അഥവാ വന്നാലും മുന്നിലേക്ക് വരില്ലല്ലോ. എന്നേക്കുമായി ദൂരേക്ക് പോയിക്കോളാം. ഞാൻ പ്രോമിസ് ചെയ്യാം. ഞാൻ ഇനി ആരുടെ മുന്നിലേക്ക് വരില്ല. നിങ്ങൾ നിഖിലിനോട് പകരം വീട്ടു. അവനാ നിങ്ങളെ കൊന്നത്. അവനാ എല്ലാ കാര്യങ്ങളും ആസൂത്രണം ചെയ്തത്. ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. എന്നോട് ക്ഷമിക്കണം പ്ലീസ്. ഇപ്പൊ നീ സത്യം പറഞ്ഞു. പക്ഷെ ഇനി നീ കള്ളം പറയും. അദ്ദേഹത്തിന്റെ മുന്നിൽ പറ്റുന്ന അത്രയും നാടകം നീ കളിക്കും. എല്ലാത്തിനും ഒടുവിൽ മാത്രമേ ഈ വീഡിയോ ഞാൻ പുറത്തെടുക്കൂ. ഇയാളിത് എങ്ങോട്ടാ പോയത്? പ്ലീസ് എന്നോട് ക്ഷമിക്കൂ. അതിനൊക്കെ മുൻപ് നീ ഇവിടുന്ന് പോണം. പക്ഷെ ചേച്ചി അത് നോക്കു റോണി, നമ്മൾ ഏത് വഴിയിലൂടെ സത്യം എല്ലാവരുടെയും മുന്നിൽ എത്തിച്ചെന്ന് അറിയുമ്പോ അവള് ദേഷ്യപ്പെടും. ആ ദേഷ്യത്തിൽ അവൾ എന്തും ചെയ്യാൻ മടിക്കില്ല. ചിലപ്പോ എന്റെ ജീവൻ വരെ പോയിന്ന് വരും. എന്തൊക്കെ സംഭവിച്ചാലും ഇനി ഒരിക്കൽ കൂടി നിന്റെ ജീവൻ അപകടത്തിലാകാൻ പാടില്ല. പ്ലീസ് റോണി, നീ നിന്റെ സാധനങ്ങളൊക്കെ എടുത്ത് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറൂ. ഇല്ലെങ്കിൽ വീണ്ടും നിന്റെ ജീവൻ അപകടത്തിലാകും. രച്ചു, നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുവിനെ. ഡോൺ വരി ചേച്ചി, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം റോണി. നമുക്ക് വേഗം വീട്ടിലേക്ക് പോവാം. അങ്ങനെ നിനക്ക് ചിന്തിക്കണമെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കേ. അപ്പോൾ നിനക്ക് ഉറങ്ങാനും പ്രശ്നം ഉണ്ടാവില്ലല്ലോ. താങ്ക് യു അബി. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ. കാരണം ഇങ്ങനെയൊക്കെ ഞാൻ ബിഹേവ് ചെയ്താൽ മറ്റാരാണെങ്കിലും എന്നെ ഉപേക്ഷിച്ച് കളയുമായിരുന്നു. പക്ഷെ നീ എന്റെ കൂടെ തന്നെയുണ്ട്. നീ എന്റെ കൂടെ ഉള്ളപ്പോ എനിക്ക് നല്ല ധൈര്യം തോന്നുന്നു. ഐ ഫീൽ സോ സേഫ്. നീ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളെ പറ്റി ചിന്തിക്കില്ലേ തനു? ഇനി അഥവാ നിന്റെ മനസ്സിൽ ഇങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടാവുകയാണെങ്കിൽ നീ എന്നെ ഫോൺ ചെയ്യ്. നീ ഇപ്പൊ ഉറങ്ങ. ഓക്കെ? ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞാൻ നിന്റെ റൂമിലാണ്. ഒരു കാര്യം ചെയ്യ്, നീ ഇപ്പൊ തന്നെ എന്റെ റൂമിലേക്ക് വാ. സോറി അലിയ, എനിക്കിപ്പോ വരാൻ സാധിക്കില്ല. ഞാൻ നാളെ രാവിലെ വന്നോളാം. ഓക്കെ ഫൈൻ. പക്ഷെ നാളെ രാവിലെ ആവുമ്പോ എന്റെ മൂഡ് മാറിയാ നീ എന്നെ കുറ്റം പറയരുത്. എന്ത് മൂഡ്? എന്താന്ന് സ്വീറ്റ് ഹാർട്ട്, എനിക്ക് ഒരു പ്രധാനപ്പെട്ട സാധനം കിട്ടിയിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ തന്നെ നിനക്ക് സ്വബോധം തിരിച്ചു കിട്ടും. അത് നാളത്തേക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ അത് നാളത്തേക്ക് മാറ്റി വെക്കേണ്ടതല്ല. അങ്ങനെ എന്താ നിനക്ക് കിട്ടിയത്? ഞാൻ പറഞ്ഞല്ലോ, കാണേണ്ട കാര്യം തന്നെയാ. അതുകൊണ്ട് ഒന്നും മിണ്ടാതെ ഇപ്പൊ ഈ നിമിഷം എന്റെ അടുത്ത് വാ. എങ്കിൽ ശരി, ഞാനിപ്പോ വരാം. ദാറ്റ്സ് ലൈക്ക് എ ഗുഡ് ഗേൾ. മതി.
മറ്റാരുടെ അല്ല, തനുവിന്റെ ആയിരുന്നു. ഞാൻ അവിടെ എത്തിയപ്പോൾ കണ്ടത് എന്താണെന്നറിയോ? തനു അവിടെ ഒറ്റയ്ക്കിരുന്ന് കരയുകയായിരുന്നു. എന്നിട്ട് പറയുക എന്നെ ഭ്രാന്തിയാക്കരുത് എന്ന്. പക്ഷെ ഭ്രാന്തനായിക്കൊണ്ടിരിക്കുന്നത് ഞാനാ. സൂര്യൻ ഉദിക്കുന്നത് മുതൽ അസ്തമിക്കുന്നത് വരെ ഓരോരോ പ്രശ്നങ്ങളാണ് എന്റെ തലയിൽ. ഇതൊന്നും എനിക്ക് കൂടുതൽ താങ്ങാനാവില്ല. ജീവിക്കുന്നത് പോയിട്ട് എന്റെ ജോലി പോലും എനിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. തനുവിന് കൊടുത്ത വാക്ക് പാലിക്കാൻ പറ്റുന്നില്ല. എന്റെ കുടുംബത്തെ നോക്കാൻ പറ്റുന്നില്ല. ഒരു വശത്ത് എന്റെ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ, മറുവശത്ത് എന്റെ ഈ തനുവിന്റെ അവസ്ഥ. ഞാൻ ഒറ്റപ്പെട്ട് പോയിരിക്കുക. ആരും തന്നെ ഇല്ല എന്റെ കൂടെ. ചിലപ്പോഴൊക്കെ എന്റെ മനസ്സിൽ തോന്നുന്നത് എല്ലാരെയും കൊന്നിട്ട് ഞാൻ അങ്ങ് ചത്താലോന്നാ. അതല്ല, നിങ്ങൾ ഇതൊന്നും നോക്കും. മതി. ഞാൻ ആദ്യം നിന്നെ കൊല്ലരുതെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് മിണ്ടാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. വിളിപ്പിച്ചത് ലെറ്റ് മീ ടെൽ യു വൺ തിങ്. ഞാൻ വിഡ്ഢിയും അല്ല, ഞാൻ ഇന്നസെന്റും അല്ല. എന്റെ സമയം ശരിയല്ല, അത്ര തന്നെ. റിലാക്സ് സ്വീറ്റ് ഹാർട്ട്. ഞാൻ ഇതിനല്ല വിളിച്ചത്. ഞാൻ നിന്നെ ഇവിടെ വിളിച്ചത് ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാ. എന്റെ കയ്യിലൊരു സാധനമുണ്ട്. അത് നിന്റെ ശത്രുക്കൾക്കെതിരെയുള്ളതാ. അത് കണ്ട അവര് നിന്നെ പേടിക്കാൻ തുടങ്ങും. എന്താ കാണണോ? നീ എന്തിനെ കുറിച്ചാ പറയുന്നേ? തനു, ഞാൻ പറയാണ്, നിനക്ക് ഈ സംഭവിക്കുന്നതെല്ലാം അതെല്ലാം റിയൽ ആണ്. എങ്കിലും നീ പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നില്ല, പിന്നെ നീ പറയുന്നത് എങ്ങനെ വിശ്വസിക്ക? അങ്ങനെ വിശ്വസിക്കണമെങ്കിൽ ഞാൻ കാണുന്നത് അവരും കാണണം. അതൊരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. ആ ചിരിക്ക, നന്നായിട്ട് ചിരിക്ക. ഞാനിത് എക്സ്പെക്ട് ചെയ്യുമായിരുന്നു. നീ ജീവനോടെ കണ്ടു തനു. പിന്നെ പ്രിയയും രചനയും അവരും അവന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ നോക്കല്ലേ. ഐ നോ, ഞാനത് കാണിക്കുന്നത് വരെ നിനക്കത് മനസ്സിലാവില്ല, നിനക്കത് വിശ്വാസമാവില്ല. സോ ടേക്ക് എ ലുക്ക്. ഇപ്പൊ നിനക്ക് മനസ്സിലായോ എന്താ നിനക്ക് സംഭവിച്ചെന്ന്, എന്താ സത്യമെന്ന്? ഇതൊക്കെ നീ എപ്പോ എങ്ങനെ റെക്കോർഡ് ചെയ്തു? ഞാൻ എന്റെ റൂമിലേക്ക് വരുമ്പോ അവരവിടെ ഒരുമിച്ച് നിൽക്കുന്നത് കണ്ടു. ഞാൻ കണ്ടത് എന്താന്ന് വെച്ചാ പ്രിയയും രചനയും കൂടി അവിടെ നിന്ന് എല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയം. നിനക്ക് വട്ടായോ? ഞാൻ അബിയുടെ മ്യൂസിക്. ആലിയ, നിനക്ക് എന്നോട് എങ്ങനെ പറയാൻ കഴിയുന്നു? ഓക്കേ ദെൻ, ഗുഡ് നൈറ്റ്. യു നോ വാട്ട്, ഐ ആം ഓഫ് ടു സ്ലീപ്. ബൈ. ദിസ് ഈസ് നോട്ട് ഡൺ ആലിയ. നീ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാണ്. ഞാൻ ഡീൽ ചെയ്യാണ്. എനിക്കറിയാം നീ എന്റെ ഫ്രണ്ടാണ്, അതുകൊണ്ട് നിന്നെ ഈ സിറ്റുവേഷനിൽ സഹായിച്ചേ പറ്റൂ. പക്ഷെ എന്താണെന്നറിയോ, ഞാനും എന്റെ കാര്യത്തെപ്പറ്റി ആലോചിക്കണ്ടേ. അതുകൊണ്ട് എനിക്ക് ഈ ഡീല് വളരെ ഇമ്പോർട്ടന്റ്. എന്താന്ന് വെച്ചാൽ ഈ വീഡിയോ ഇന്ന് രാത്രി വരെ എന്റെ അടുത്തുണ്ടാവും. രാവിലെ ഞാൻ ഇതിനെ ഡിലീറ്റ് ചെയ്യും. അത് നിന്റെ മുന്നിൽ വെച്ച് തന്നെ. എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ ഓൾറെഡി ടൈം ഇപ്പൊ തന്നെ ഒരുപാട് കഴിഞ്ഞിരിക്കെ. പ്ലീസ് മേക്ക് അപ്പ് യുവർ മൈൻഡ് ഫാസ്റ്റ്. Okay, fine. I will do that.